വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രഭാഷകൻ 42-ാം അധ്യായത്തിൽ 15-ഉം 16-ഉം തിരുവചനങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഞാനിപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. സൂര്യൻ തൻ്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നു. അധ്യായം 43-ൽ പ്രകൃതിയുടെ മഹത്വവും ദൈവത്തിൻ്റെ ശക്തിയെയും വിവരിക്കുന്നു. കർത്താവ് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നു. അവിടുന്ന് അത്യുന്നതനും അവിടുത്തെ ശക്തി അത്ഭുതകരവുമാണ്. എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ. അവിടുന്ന് അതിനും ഉപരിയാണ്. സർവശക്തിയോടുകൂടി അവിടുത്തെ പുകഴ്ത്തുവിൻ. തളർന്നു പോകരുത്. എത്ര പുകഴ്ത്തിയാലും പരിധിയിലെത്തുകയില്ല. പ്രഭാഷകൻ 43-ാം അധ്യായം 29-ഉം 30-ഉം തിരുവചനങ്ങൾ. പ്രഭാഷകൻ 44-ാം അധ്യായത്തിൽ നമ്മെ വിശ്വാസത്തിലെ പൂർവ്വ പിതാക്കന്മാരെ ഓർക്കാനും അവരുടെ മാതൃക പിന്തുടരാനും പ്രേരിപ്പിക്കുന്നു. അനേക ജനതകളുടെ പൂർവ്വപിതാവായിരുന്നു അബ്രഹാം. മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല. അവൻ അത്യുന്നതന്റെ നിയമം പാലിക്കുകയും അവിടുന്ന് അവനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. അവൻ സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിപ്പിച്ചു. പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ വിശ്വസ്തത തെളിയിച്ചു. പ്രഭാഷകൻ 44-ാം അധ്യായം 19-ഉം 20-ഉം തിരുവചനങ്ങൾ. അധ്യായം 45-ൽ മോശയെയും അഹ്റോനെയും ഫിനെഹാസിനെയും സ്തുതിക്കുന്നു. ഇവർ ദൈവം തിരഞ്ഞെടുത്ത മഹാന്മാരാണ്. മോശ ദൈവത്തിന്റെ കൽപ്പനകൾ സ്വീകരിച്ച് ജനങ്ങൾക്ക് നിയമം നൽകി. അവന്റെ വിനയം, വിശ്വസ്തത, ദൈവത്തിന്റെ മഹത്വം പ്രകടിപ്പിച്ചു. അഹ്റോൻ മഹാപുരോഹിതനായി തിരഞ്ഞെടുത്തു. വിശുദ്ധ വസ്ത്രങ്ങൾ ധരിച്ചു ജനങ്ങൾക്ക് വേണ്ടി യാഗങ്ങൾ അർപ്പിച്ചു. അഹ്റോന്റെ പുത്രനായ എലയാസറുടെ പുത്രനായ ഫിനെഹാസ് ദൈവത്തിന്റെ നിയമം സംരക്ഷിക്കാൻ ഉത്സാഹം കാണിച്ചു. അവന്റെ നീതിയുടെ പേരിൽ ദൈവം അവനോട് നിയമം ഉറപ്പിച്ചു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.